ഇപ്പൊ തുമ്മി നടക്കുന്ന ആൾക്കാർ 20s-ലും 30s-ലുള്ള തുമ്മി നടക്കുന്ന ആൾക്കാരാണ് 40-കളിലും 50-കളിലും പൾമണോളജിസ്റ്റിനും അലർജിസ്റ്റിനും ഒക്കെ ഉള്ള ആസ്മ പേഷ്യൻസ്. ഇപ്പൊ നമ്മളെന്താ വെച്ചാൽ ഒരു ഭയങ്കര ഹൈജീൻ വേൾഡിൽ കൂടെ പോകുന്നത്. ജനിച്ചു വീഴുമ്പോൾ തന്നെ ഭയങ്കര ഹൈജീനിക് ഇതായിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് അവർ ഇപ്പോൾ പൊടിയിലും മണ്ണിലുള്ള കളിയൊന്നുമില്ല, ഫ്ലാറ്റ്സിലായിരിക്കും കൂടുതൽ സ്റ്റേ. ഒരു ഡസ്റ്റ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. പക്ഷെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം വിചാരിക്കും അവൻ വലിയ പ്രശ്നക്കാരൻ, അത് വിചാരിച്ചിട്ട് അവനെ അഗേൻസ്റ്റ് യുദ്ധം ചെയ്യാൻ പോകും. മെട്രിക്സും കഴിക്കുമ്പോൾ കോഗ്നിറ്റീവ് ഫംഗ്ഷൻ മൊത്തം സപ്രസ്ഡ് ആവുകയാണ്, മൊത്തത്തിൽ സപ്രസ്ഡ് ആവുകയാണ്. അപ്പൊ കിളി പറന്നു പോകും. ബട്ട് ദ അലർജി ഈസ് നോട്ട് ഗോയിങ് അവേ. വീട്ടിൽ ആർക്കെങ്കിലും ഒരാൾക്ക് അലർജി ഉണ്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഹാവ് എ വെരി വെരി ഹൈ ചാൻസ്. നമ്മൾ ഒരു വർഷം നേസൽ സ്പ്രേ എടുക്കുന്നതിന് ഈക്വലന്റ് ആണ് ഒരു 1 വീക്ക് നമ്മൾ സ്റ്റിറോയിഡ് കഴിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്ത് ഒരാൾ സാറേ ഇൻഹേലർ ഉപയോഗിച്ചിരുന്നു. അടുത്ത ചെറുപ്പത്തിൽ തുടങ്ങിയത് 80 വയസ്സ് വരെ അത് ഉപയോഗിക്കേണ്ടി വന്നു. 80 വയസ്സ് വരെ പുള്ളി ജീവിച്ചു അടിപൊളിയായിട്ട്. അതല്ല അവര് പറയാൻ പാടില്ലാത്ത സൈലോമെറ്റസോഡിൻ, ഓക്സിമെറ്റസോഡിൻ പോലെയുള്ളതൊന്നും 1 വീക്കിൽ കൂടുതൽ യൂസ് ചെയ്യരുത്. മരുന്ന് ഉപയോഗിക്കുമ്പോൾ തന്നെ നമ്മുടെ മൂക്കിന്റെ പാലവും കാര്യങ്ങളൊക്കെ ഇഷ്യൂസ് വരും. ചില കാര്യങ്ങൾ ഞാൻ പറയില്ല, നമ്മുടെ നാടൻ അല്ലെങ്കിൽ പഴയ പ്രാകൃതം എന്ന് പറയുന്നതിലൊക്കെ സയൻസ് ഉണ്ട്. ആയുർവേദത്തിൽ തന്നെ ഈ തുമ്മലിന് അണുതൈലം എന്ന് പറഞ്ഞ സാധനം കിട്ടും. ഇതെല്ലാം ട്രൈ ചെയ്തിട്ട് നമ്മുടെ അടുത്തേക്ക് വരും. ലാസ്റ്റ് റിസോർട്ടാണ് അലർജി ക്ലിനിക്ക് വിസിറ്റ് ചെയ്യാന്നുള്ളത്. ഇത്രയും പേർക്ക് നമുക്ക് അസുഖം മാറിയിട്ടുണ്ട് എന്നുള്ള പഠനങ്ങൾ മോഡേൺ മെഡിസിനിലാണ്. സൈഡ് എഫക്ട്സ് ഇല്ല എന്നുള്ളത് പഠനങ്ങൾ മോഡേൺ മെഡിസിനിലാണ്. നമ്മൾ ഈ ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അലർജിയുടെ സാധനങ്ങൾ ഇപ്പോൾ പ്രോൺസ് ഒക്കെ നല്ലപോലെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അലർജി വരാതിരിക്കാനുള്ള സാധ്യത പറയും. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. മോഡേൺ മെഡിസിൻ കണ്ടുപിടിച്ച പുതിയൊരു സംഭവം അല്ല. ഇമ്മ്യൂണോതെറാപ്പി എനിക്ക് ഡേറ്റ്സ് ബാക്ക് ഒരു സെഞ്ചുറി.